നാടിന്റെ പൊതുവായ വികസനവും ആശയങ്ങളും പരസ്പരം പങ്കുവയ്ക്കുന്നതിന് കലുങ്ക് സൗഹൃദ സംഗമത്തിൽ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയും എംപിയുമായ സുരേഷ് ഗോപി മേവടയുടെ മണ്ണിൽ പുറക്കാട്ടുകാവ് സേവാ ചാരിറ്റബിൾ സൊസൈറ്റി മൈതാനത്ത് വെച്ചാണ് നാട്ടുകാരുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംവദിച്ചത്. നാടിന്റെ വികസന കാഴ്ചപ്പാടുകളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. അഴിമതിയേക്കാൾ താൻ വെറുക്കുന്നത് പ്രീണനത്തെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിന് വേണ്ടത് പ്രബുദ്ധരായ ജനതയല്ല, മറിച്ച് ബുദ്ധിയും യുക്തിപൂർവമായ തീരുമാനവുമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചെയ്യാൻ കഴിയുന്ന വികസന കാര്യങ്ങൾ മാത്രമേ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാവൂ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ നിന്ന് ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത തൃശൂർ മണ്ഡലത്തിലെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഇന്ന് യൂണിയൻ കൗൺസിലിൽ ഒരംഗമായി ഇരിക്കെ എന്താണ് വിവിധ പ്രദേശങ്ങളിൽ ഞാൻ അന്ന് ഇലക്ഷന് നിൽക്കുമ്പോഴും പറഞ്ഞ കാര്യങ്ങളും പ്രതികരിച്ച രീതികളും തന്നെയാണ് ഒരു അണുവിട വ്യത്യാസമില്ലാതെ ഇപ്പോഴും തുടരുന്നത്. ഇലക്ഷന് മുമ്പും വ്യക്തമാക്കിയതാണ് മുഖം, ഭാവം, രൂപം എല്ലാം. അതിൽ നിന്ന് ഒരു മാറ്റവും. അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ അഴിമതിയേക്കാൾ വെറുക്കുന്നത് പ്രീണനമാണ്. പ്രീണനം തുലയട്ടെ എന്ന് പറയുന്നതിനകത്ത് മതേതരത്തിന് ഏറ്റവും വലിയ ആദരവർപ്പിക്കുന്നത് ആ തീരുമാനത്തിലെത്തുന്നതോടെയാണെന്ന് ഇവിടെ ഇരിക്കുന്ന ബുദ്ധിയുള്ളവർക്ക് 3 നേരം ചോറുണ്ടത്തെ കാര്യമില്ല, അരിയാഹാരം കഴിച്ചിട്ട് കാര്യം. കള്ളവോട്ട് വിഷയത്തിൽ സത്യസന്ധത മാത്രമേ വിജയിക്കൂ എന്നും ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചൊരു പാർട്ടി ഇവിടെയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ബീഹാറികൾ ഒരുപാട് ഇവിടെ ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു പ്രദേശത്തിനെ അവഹേളിച്ച് പറയുന്നത്. അതൊക്കെ ചില പാർട്ടി ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിച്ച പാർട്ടിയാണ് ഇവിടെ ഉള്ളത്. അവരിവിടെ 30 വർഷം ഭരിച്ചിട്ടുണ്ടെങ്കിൽ ആ ശവങ്ങളുടെ പേരിൽ വോട്ട് ചെയ്ത് ജയിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഇത് മുഴുവൻ തിരിച്ചു തരുന്നു ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് കുടുംബം വിറ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോകൂ. അപ്പൊ അതിന് ഇനി അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടാണ്. CCTV ക്യാമറകൾ വെക്കുന്നുണ്ട്, വോട്ടേഴ്സ് ID വരുന്നു, ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഇതെല്ലാം അതിനുള്ള പ്രതിമാർഗം കണ്ടതാണ്. കേരളത്തിൽ എയിംസിന് തറക്കല്ലിട്ടതിനു ശേഷം മാത്രമേ താൻ സ്ഥാനമൊഴിയൂ എന്നും അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യപരമായ അനീതിയാണ് ഇവിടെ നടക്കുന്നതെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഒരു എയിംസ് കേരളത്തിൽ തറക്കല്ലെങ്കിലും ഇടാതെ അടുത്ത ഇലക്ഷന് ഞാൻ കാൻഡിഡേറ്റ് ആയിട്ടും വരത്തില്ല. വോട്ട് അഭ്യർത്ഥിക്കാൻ ഒരാൾക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വരില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ് സംവിധാനത്തോട്, അതാണ് കണ്ടീഷൻ. 2016 മുതൽ ഞാൻ രാജ്യസഭയിൽ ഉള്ളപ്പോൾ മുതൽ ഒരു കാരണവശാലും ഒരിടത്തും കൊടുക്കരുത്, ആലപ്പുഴയ്ക്ക് തന്നെ എയിംസ് കൊടുക്കണമെന്ന്. ഇവിടെയെങ്കിലും നിങ്ങൾ അത് ഉടനെ ഫോറൻസിക് ലാബ് ആക്കല്ലേ. ഒരുപാട് പേര് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളഞ്ഞു. കറക്റ്റ് ചെയ്യാണ്, ഞാൻ തെറ്റ് ചെയ്തെന്ന് ആരോപിക്കുകയല്ല. 2016 മുതൽ രാജ്യസഭയുടെ ഫ്ലോറിൽ നിന്നുകൊണ്ട് അഡ്ജേൺ ചെയ്ത സമയത്ത്, ബെല്ലിലിറങ്ങിയ പ്രതിപക്ഷത്തിനെ ഇറക്കി വിട്ട് അഡ്ജേൺ ചെയ്ത സമയത്ത് നഡ്ഡാജിയോട് പറഞ്ഞത് 19 ഇലക്ഷൻ വരെ നഡ്ഡാജിയായിരുന്നു ആരോഗ്യമന്ത്രി. 72ഓളം നിവേദനങ്ങളാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. ഓരോരുത്തരും അവരവരുടെ വിഷയങ്ങൾ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നമസ്തേ, ഞാൻ കോട്ടയം ജില്ലയിലെ മീനച്ചി താലൂക്കിലെ കൊല്ലപ്പള്ളി ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ ഒരു നിവേദനം തന്നായിരുന്നു. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്ഷീര കർഷകരെ കൊണ്ട് ഉൾപ്പെടുത്തി ക്ഷീര കർഷകർക്ക് വരുന്ന സാമ്പത്തിക സഹായം തന്ന് ക്ഷീര കർഷകരെ ഒന്ന് ഉദ്ധരിപ്പിക്കാൻ സാർ ശ്രമിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. ക്ഷീര കർഷകർ ഇന്ന് ഈ മേഖലയിൽ വളരെ ദുരിതത്തിലാണ്. ഈ ക്ഷീര കർഷകരെ കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തുകയാണെങ്കിൽ ഇന്ന് രാജിവെറ്റല്ലാത്ത ഒത്തിരി ആൾക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരും. എനിക്ക് അക്ഷരം ചെറിയ ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇത് മൻരേഗ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിനകത്ത് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശ സഫലീകരണത്തിന് വേണ്ടി ഏതൊക്കെ വിഭാഗങ്ങൾ ഇതിൽ പെടുത്താം. അപകടരഹിതമായിട്ട് ജനജീവിതം ഗ്രാമപ്രദേശങ്ങളിൽ നിലനിർത്തുക എന്ന് പറഞ്ഞ് പുല്ലും വലിയ കുറ്റിച്ചെടികളുമായിട്ടൊക്കെ റോഡ് സൈഡിൽ നിന്ന് കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പാടില്ലാത്തവർക്ക് അതിനകത്തുള്ള ക്ഷുദ്രജീവികളുടെ ഉപദ്രവം ഇതൊക്കെ
അപ്പൊ അങ്ങനെയുള്ള എല്ലാ പ്രദേശവും ഭംഗിയായിട്ടും ശുദ്ധമായിട്ടും വയ്ക്കുക. അതുവഴി വലിയൊരു അസംഘടിത വിഭാഗത്തിന് ഒരു നിത്യ വരുമാനം അത് 100 ദിവസമായി ക്രമപ്പെടുത്തും. എനിക്ക് തോന്നുന്നത് ഇപ്പൊ കിട്ടുന്നത് 360 രൂപയാണ്. ഇതിന് പരിഹാര മാർഗങ്ങൾ ഉൾപ്പെടെ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. BJP നേതാക്കളായ ലിജിൻ ലാൽ, അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, N. ഹരി, NK ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. 100 കണക്കിന് ആളുകൾ കലുങ്ക് സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തു. i4u ന്യൂസ്, പാലാ.